TDS എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്. അതായത് സോഴ്സ്, അതായത് ഉറവിടത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു കമ്മീഷൻ ഒരാൾ നമുക്ക് തരാനുണ്ട്. ഒരു പാർട്ടി നമുക്ക് 1,00,000 രൂപ നമുക്ക് കമ്മീഷൻ തരാനുണ്ട്. നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, തരാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1,00,000 രൂപ അല്ല തരുന്നത്, പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് TDS കട്ട് ചെയ്യുന്നുണ്ട്. 5% TDS എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസയാണ് നമുക്ക് തരുന്നത്. അതായത് 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 5,000 രൂപ വരും. അപ്പോൾ 1,00,000-ൽ നിന്നും 5,000 രൂപ കട്ട് ചെയ്ത് ബാലൻസ് 95,000 രൂപയാണ് നമുക്ക് എന്ത് തരുന്നത്? ക്യാഷായിട്ട് ഈ പാർട്ടി നമുക്ക് കമ്മീഷനായിട്ട് തരുന്നത്. കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻകമാണ്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെ പാസ് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്ന തുക എത്രയാണ്? 95,000 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ 95,000 രൂപ കാണിച്ചാൽ അത് തെറ്റാണ്. കാരണം നമ്മൾ എന്ത് കാണിക്കണം? 1,00,000 രൂപ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ്സിലോട്ട് വന്ന ഒരു അസറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലോട്ട് എത്ര രൂപയാണ് ക്യാഷായിട്ട് കിട്ടിയത്? 95,000 രൂപ. അപ്പോൾ 95,000 രൂപേനെ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി ബാലൻസ് ഉള്ള 5,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? TDS കട്ട് ചെയ്തതാണ്. അപ്പോൾ TDS എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് ആവാനുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പിന്നീട് നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് കുറച്ചടച്ചാലും മതി. അപ്പോൾ അതുകൊണ്ട് ഇത് അസറ്റായിട്ട് പരിഗണിക്കുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് 5,000 രൂപേനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയ കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,00,000 രൂപ. ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് എത്ര? 95,000 രൂപ നമുക്ക് ക്യാഷായിട്ട് കിട്ടി. 5,000 രൂപ എന്തായിട്ട് മാറി? TDS ആയിട്ട് പരിഗണിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. ഇനി നമ്മൾ കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. നമ്മളൊരു 1,00,000 രൂപ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് നമ്മളൊരു പാർട്ടിക്ക് കൊടുക്കാനായിട്ടുണ്ട്. പക്ഷേ 5% TDS കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ 5,000 രൂപ കട്ട് ചെയ്തിട്ട് ബാലൻസ് 95,000 രൂപയാണ് നമ്മൾ ആ പാർട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മീഷനെ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. 1,00,000 കാണിച്ചു. ക്യാഷായിട്ട് കൊടുക്കുന്നത് 95,000 ടു ക്യാഷ് ക്രെഡിറ്റ് 95,000. TDS പേയബിൾ 5,000. TDS ആയിട്ട് നമ്മൾ എത്രയാണ് കട്ട് ചെയ്തത്? 5,000. ഇവിടെ TDS പേയബിൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം TDS എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ TDS നമ്മൾ എന്താണ്? ആ പാർട്ടിയുടെ ഈ കമ്മീഷൻ നമ്മൾ കൊടുത്തത് ആർക്കാണോ കൊടുത്തത് ആ പാർട്ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? പിടിച്ചു വെച്ചിട്ട് ആ പാർട്ടി അടയ്ക്കാനുള്ള പൈസ നമ്മൾ, അതായത് ആ പാർട്ടി അടയ്ക്കാനുള്ള ടാക്സ് നമ്മൾ പിടിച്ചു വെച്ചിട്ട് നമ്മൾ അയാൾക്ക് പകരം എന്ത് ചെയ്യുന്നു? ഈ ഒരു TDS അടയ്ക്കുന്നു.